സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇന്ന് ചിക്കൻ കറിയിൽ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരു സാധാരണ ഒരു ചേരുവ, ഒരു ചെറിയൊരു ചേരുവയാണ് അതുകൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ. സാധാരണ ചിക്കൻ കറി തന്നെയാണ്, പക്ഷേ ഈ ഒരു ചേരുവയാണ് അതിൽ ഒരു പ്രധാന ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ കിഴങ്ങ് ആദ്യം തന്നെ തൊലി എത്തിയതാണ്. അപ്പോൾ അതൊന്ന് നുറുക്കുകയാണ് ചെയ്യുന്നത്. കറിക്കുള്ള കഷ്ണങ്ങൾപ്പെട്ടതാണ്. പിന്നെ ഇതാ വലിയുള്ളി ചിക്കൻ കറിയിലൊരു വലിയ പ്രധാനം തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് തക്കാളി, ചെറിയ തക്കാളിയാണ് 3-4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നുറുക്കി പാത്രത്തേക്ക് ഇടുകയാണ്. പിന്നെ ഇതാ നമ്മൾ പച്ചമുളക്, അപ്പോൾ പച്ചമുളകും നുറുക്കി കഴിഞ്ഞു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയാണ്, അത് പിന്നെ ചെറുതാക്കി കഷ്ണാക്കി ഇടുക ചെയ്യുന്നത്. പിന്നെ ഇതാ 1/2 കിലോ ചിക്കൻ, പിന്നെ ഇതാ മറ്റേ കിഴങ്ങ്, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളുമായി വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം. അപ്പം ഇനി ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്ന് ചൂടായ ശേഷം ഇതാ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് 3 ചേർത്തിട്ട് നല്ല പോലെ ഇനി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നല്ല വഴറ്റുകയാണ്, നല്ല പോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതാ ഒന്നുകൊണ്ട് വഴന്ന ശേഷം തന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ചതാണ്. പിന്നെ കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതാ വേവാൻ വേണ്ട വെള്ളം, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി വേറെ തന്നെ വറുത്ത് വെച്ചതാണ്, അതും ചേർക്കുകയാണ്. പിന്നെ ചിക്കൻ മസാല അത് ചേർത്തു, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. അത്രയും ചേർത്തിട്ട് ഇനി അത് നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വെന്ത് വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് പാകമാണ്. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ കോഴിമുട്ട അതാണ് ചേർക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട് ചേർക്കുന്നൊരു സംഗതി. അത് പുഴുങ്ങിയ മുട്ട കണ്ടോ. ഇതിപ്പോൾ നമ്മൾ 1/2 കിലോ ഉള്ളതുകൊണ്ട് ഒരൊറ്റ മുട്ട ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് 2 ഒക്കെ ചേർക്കാം. നല്ല പോലെ ഉണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് നല്ല ഒടച്ച് അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. അതിന് ആ ഒരു മുട്ടേൻ്റെ കൊഴുപ്പ് അതിലേക്ക് നല്ല പോലെ പിടിക്കും. ഇത് ചേർക്കുന്നത്, അതായത് എനിക്കിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ വേറെ ഇതിൽ നിന്നൊന്നും കിട്ടിയതല്ല. അത് അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന, അത് അത്യാവശ്യം നല്ല ഹോട്ടലുകളിലൊക്കെ പാചകം ചെയ്തിരുന്ന ഒരു വ്യക്തിനെ പരിചയം ഉണ്ടായിരുന്നു എനിക്ക് കുറേ മുമ്പ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ കോഴിമുട്ട ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് അങ്ങനെ അവരെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേ മുമ്പാണ്, ഒരു 10 വർഷത്തിന് മേലെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ മല്ലിച്ചപ്പ്, കറിവേപ്പില അതും ചേർത്തു. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ചൊരു വെറൈറ്റി, ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അതുതന്നെ. അപ്പം ഇനി ഇതാ ഊണ് കഴിക്കായി അമ്മയ്ക്ക് പപ്പടും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ കറി, അല്ല മുട്ടേൻ്റെ ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കാണാം, അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ. വീണ്ടും മുട്ട കൂട്ടിയ ഇറച്ചി രസല്ലേ, കൊഴുപ്പില്ലേ? പിന്നെ ഇതാ നല്ല വെജിറ്റബിൾ ബിരിയാണി. ഇത് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊടുക്കുന്നതാണ്. അതാണിപ്പോൾ എനിക്കുള്ളത്. നല്ല ഒരാൾക്ക് കഴിക്കാനുള്ള അളവിനുള്ളതുണ്ട്. അപ്പോൾ ഞാനത് പാത്രത്തേക്ക് വിളമ്പിയെടുക്കുകയാണ്. വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. പിന്നെ ഇതാ എനിക്ക് ആ കറി അത് കണ്ട് ഒഴിക്കാം. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി
വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിയാണ്. അമ്മയ്ക്ക് പിന്നെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ആ ചോറൊന്നും പറ്റില്ല. പിന്നെ അമ്മയ്ക്ക് സാധാ ചോറിനെ. കറിയിൽ നമ്മൾ ആ മുട്ട ചേർത്തപ്പോൾ നല്ല കൊഴുപ്പുണ്ട്. പിന്നെ ആ മുട്ട ചേർന്നതിൻ്റെ രുചി വേറെയുണ്ട്. സംഗതി ഉഷാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.